Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സ്കൂൾ സമയത്തെ പ്രാർത്ഥനാ നിരോധന വിധിയെ പിന്തുണച്ച് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ലണ്ടനിലെ ഒരു സ്കൂളിൽ മതപരമായ ചടങ്ങുകൾ നടത്താൻ അനുവദിക്കണമെന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയുടെ പരാതി ഹൈക്കോടതി തള്ളിയതോടെ വിവിധ മതസംഘടനകൾ വ്യത്യസ്ത ധ്രുവങ്ങളിൽ. ബ്രണ്ടിലെ മിഖേല കമ്മ്യൂണിറ്റി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായി കാണിച്ച് നിയമ നടപടികൾക്ക് മുതിർന്നത്. എന്നാൽ സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തിയ നിരോധനം ഒരു വിദ്യാർത്ഥിയുടെയും അവകാശങ്ങളെ ഹനിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി വിദ്യാർത്ഥികൾക്കിടയിൽ സഹിഷ്ണുതയും സഹവർത്തിത്വവും പുലർത്തുന്നതിനായി സ്കൂൾ കൈക്കൊണ്ട നടപടി ഉചിതമാണെന്നും അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതി വിധിയെ പിന്താങ്ങിക്കൊണ്ടായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ നിഗൽ ജെൻഡേഴ്സ് രംഗത്ത് വന്നത്. ഓരോ സ്കൂളിലെയും പ്രശ്നങ്ങളും പരാതികളും അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ പ്രധാന അധ്യാപകർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിധി സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതാണെന്ന് ആരോപിച്ച് മുസ്ലിം സമുദായ നേതാക്കൾ രംഗത്തെത്തി. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാകുന്നതിന്റെ അർത്ഥം അടിസ്ഥാനപരമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം സെക്യുലർ സംഘടനകളും പ്രചാരകരും വിധിയെ അനുകൂലിക്കുകയാണ്. മറ്റ് പരിഗണനകളേക്കാൾ പ്രാധാന്യമുണ്ട് മതസ്വാതന്ത്ര്യത്തിന് എന്നത് തെറ്റായ ധാരണയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് വിധി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. റെസിഡന്റ് സ്റ്റാഫുകൾ മൂലം ഒറ്റപ്പെടലും പേടി മാത്രമാണ് മുദ്രകുത്തലും നേരിട്ട നിരവധി രോഗികളുണ്ടെന്നും ഇത് ശത്രുതാ മനോഭാവമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചതായും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഈ അവസ്ഥ മൂലം തെറ്റുകൾ സംഭവിച്ചാൽ അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന രീതി രൂപം കൊള്ളുകയും പരിചരണം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തതായി ഗവേഷകർ കണ്ടെത്തുന്നു. ഇത്തരം പ്രൊഫഷണലുകളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് NHS നേതാക്കൾ പുനരാലോചിക്കണമെന്ന് ഗവേഷകർ പറയുന്നു. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ലോക്കം വർക്കിംഗ് സംവിധാനങ്ങൾ രോഗികളുടെ സുരക്ഷയെയും പരിചരണത്തിന്റെ മേന്മയെയും ബാധിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയത്. ലോക്കം ഡോക്ടർമാരെയും ഏജൻസികളെയും സ്ഥിരമായി ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, രോഗികൾ എന്നിവരെയാണ് ഇന്റർവ്യൂ ചെയ്തത്. UK ദീർഘകാല സിക്ക് ലീവ് എടുക്കുന്നവരുടെ എണ്ണം റെക്കോർഡിൽ. ബ്രിട്ടനിലെ ബെനഫിറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വീട്ടിലിരിക്കുന്നവരുടെ എണ്ണം റെക്കോർഡിൽ. ദീർഘകാല രോഗം അവകാശപ്പെട്ടാണ് 4% പേരും ജോലിക്ക് പോകാതെ സിക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നത്. ഇത്തരത്തിൽ സിക്ക് ലീവ് എടുത്തവരുടെ എണ്ണം 2.829 മില്യൺ വരുമെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കണക്കുകളിൽ 16,000 പേരുടെ വർധനവാണ് ഉണ്ടായതെന്ന് ONS വ്യക്തമാക്കി. സാമ്പത്തികമായി ആക്റ്റീവ് അല്ലാത്ത 16 മുതൽ 64 വയസ്സ് വരെയുള്ള 30.1% പേരാണ് ദീർഘകാല രോഗങ്ങളുടെ പേരിൽ തൊഴിൽ രംഗത്ത് നിന്നും മറഞ്ഞിരിക്കുന്നത്. യുവാക്കൾ ദീർഘകാല രോഗത്തിന്റെ പേരിൽ തൊഴിലിന് പോകാതിരിക്കുന്നത് ഇവരുടെ കരിയറുകളെ തന്നെ അപകടത്തിലാക്കുന്നതായി എക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. 1990-കൾക്ക് ശേഷം അനാരോഗ്യത്തിന്റെ പേരിൽ സാമ്പത്തികമായി ആക്റ്റീവ് അല്ലാത്ത ആളുകളുടെ എണ്ണം കുതിച്ചുയർന്ന ഘട്ടത്തിലാണ് ബ്രിട്ടൻ ഇപ്പോഴുള്ളത്. റെസല്യൂഷൻ ഫൗണ്ടേഷൻ എക്കണോമിസ്റ്റ് ചാർലി മെർക്കഡി പറഞ്ഞു. UK സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരുമെന്ന് IMF. ആത്മവിശ്വാസത്തിൽ ചാൻസലറും. UKയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അത്ര സുഖകരമായ പ്രവചനങ്ങളല്ല ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നടത്താറുള്ളത്. ഇതിൽ ഭൂരിഭാഗം പ്രവചനങ്ങളും അട്ടിമറിച്ച് രാജ്യം മുന്നേറുന്ന കാഴ്ചയും പതിവാണ്. 2024 UK GDP കേവലം 0.5% വളർച്ച മാത്രമാണ് നേടുകയെന്നാണ് IMFന്റെ പുതിയ പ്രവചനം. സമ്പദ്ഘടനയുടെ മികവിന് പകരം ഉയരുന്ന ജനസംഖ്യയാണ് ഇതിന് ഊർജ്ജം പകരുകയെന്നും IMF പറയുന്നു. അതേസമയം കുറയുന്ന പണപ്പെരുപ്പവും താഴ്ന്ന പലിശ നിരക്കുകളും ചേർന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗവൺമെന്റ്. UKയുടെ GDP കുടിയേറ്റക്കാരുടെ വരവിന്റെ ബലത്തിലാണ് മുന്നേറുന്നത് എന്നാണ് IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് കണ്ടെത്തിയത്. ഈ വർഷത്തെ UK വളർച്ച നേരത്തെ നടത്തിയ പ്രവചനത്തിൽ നിന്നും 0.1% പോയിന്റ് കുറച്ച് 0.5% പുതുക്കിയ IMF അടുത്ത വർഷം ഇത് 1.5% ഉയരുമെന്നും വ്യക്തമാക്കി. രാജ്യത്തെ കുടുംബങ്ങളുടെ വരുമാന വർധന ഏറ്റവും ഉയർന്ന നിരക്കിൽ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ചങ്കിടിപ്പ്. ശമ്പള വർധനയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച വേഗത്തിൽ ദുർബലമാകാതെ വന്നതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് ആശങ്ക. ഇതോടെ പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ വരുമാന വളർച്ച 2.5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ബോണസുകൾ ഒഴികെയുള്ള ശരാശരി റെഗുലർ പേ ഫെബ്രുവരി വരെ 3 മാസങ്ങളിൽ 6% നിൽക്കുന്നതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പറഞ്ഞു. പണപ്പെരുപ്പ നിരക്ക് കൂടി പ്രതിഫലിക്കുമ്പോൾ വരുമാന വളർച്ച 2.4%. 2021 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് കൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. പൂര ലഹരിയിലേക്ക് തൃശൂർ. നീതലക്കാവിലമ്മ തെക്കേ ഗോപുരം തുറക്കുന്നതോടെ പൂര വിളംബരം. നാളെ തൃശൂർ പൂരം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ വിളംബരം ഇന്ന് രാവിലെ നടക്കും. ഒരു വർഷത്തെ കാത്തിരിപ്പിന് സമാപനം കുറിച്ച് പൂരം നാളെ നടക്കും. കുറ്റൂർ നീതലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങി ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തും. നാളെ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ് ആദ്യമെത്തുക. പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവായി. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന്
രാവിലെ 10:30 തുടക്കമാകും. കോങ്ങാട് മധു പഞ്ചവാദ്യം നയിക്കും. ഉച്ചയ്ക്ക് 12-നാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാട്. ഉച്ചയ്ക്ക് 2-ന് ഇലഞ്ഞിത്തറ മേളം. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ തിരുവമ്പാടിയുടെ മേളപ്രമാണത്തിന് നെടുനായകത്വം വഹിക്കും. ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം വൈകിട്ട് 5-ന് നടക്കും. രാത്രി പൂരങ്ങൾ ആവർത്തിക്കും. ശനിയാഴ്ച പുലർച്ചെ 3-ന് വെടിക്കെട്ട്. തുടർന്ന് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പകൽപൂരം. അന്ന് ഉച്ചയ്ക്ക് 12-ഓടെ വടക്കുന്നാഥന് മുന്നിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. 30 മണിക്കൂറിലേറെ നീളുന്ന പൂരം ഇതോടെ സമാപിക്കും. ദുബായിൽ മഴ തുടരുന്നു. വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിൽ മഴ തുടരുന്നതിനിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. ബുധനാഴ്ച രാത്രി 10:20-ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം പുറപ്പെട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:15-ന് പുറപ്പെടുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. രാവിലെ 10:30-ന് ദുബായിക്ക് പുറപ്പെടേണ്ട എമിറേറ്റ് വിമാനം ഉച്ചയ്ക്ക് 12:30-ന് പുറപ്പെടുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. വൈകിട്ട് 5:05-ന് ദുബായിൽ നിന്ന് എത്തേണ്ട ഇൻഡിഗോ വിമാനവും പുലർച്ചെ 2:45-ന് എത്തേണ്ട ഇൻഡിഗോയുടെ ദോഹ വിമാനവും റദ്ദാക്കി. പുലർച്ചെ 3:15-ന് എത്തേണ്ടിയിരുന്ന എയർ അറേബ്യയുടെ ഷാർജ വിമാനവും റദ്ദാക്കി. യാത്രക്കാരുടെ ചെക്ക് ഇൻ നടപടികൾ നിർത്തിവെച്ച നടപടി എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് രാവിലെ 9 വരെ നീട്ടിയിട്ടുണ്ട്. ദുബായ് എയർപോർട്ട് ടെർമിനൽ 1-ലേക്കുള്ള പ്രവേശനം യാത്ര ഉറപ്പായ യാത്രക്കാർക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാരിൽ ഭൂരിഭാഗവും ദുരിതത്തിലാണ്. വൻ അഗ്നിബാധ. പെരുമ്പാമ്പും ആമയും ചത്തു. തീയണച്ചത് 3 മണിക്കൂറിന് ശേഷം. 8 മാസത്തോളമായി പൂട്ടിക്കിടന്ന ആക്രി സംഭരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. ചെറുവണ്ണൂരിൽ മല്ലിക തിയേറ്ററിന് എതിർവശത്തെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം പകൽ 3-ഓടെയാണ് അപകടമുണ്ടായത്. ആക്രി സാധനങ്ങൾക്കിടയിൽപ്പെട്ട പെരുമ്പാമ്പും ആമയും അഗ്നിക്കിരയായി ചത്തെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളും തീപിടിക്കുന്ന വസ്തുക്കളും ഒരുമിച്ച് കത്തിയതിനാൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയ്ക്ക് തീയണയ്ക്കാനായത്. അനിയന്ത്രിതമായി തീ ആളിപ്പടർന്നതിനെ തുടർന്ന് പ്രദേശവാസികളാകെ പരിഭ്രാന്തിയിലായി. വൈകിട്ട് 6-ഓടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ആദ്യഘട്ട വിധിയെഴുത്ത് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിധിയെഴുത്ത് നാളെ. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളടക്കം രാജ്യത്തെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി കുറിക്കുന്നത്. തമിഴ്നാട് മൊത്തത്തിലും മറ്റ് 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വിവിധ മണ്ഡലങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. യൂറോപ്പ ലീഗ് ലിവർപൂളിന് സെമിയിലെത്താൻ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ഇന്ന് യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനൽ 2ാം പാദ മത്സരത്തിൽ അറ്റ്ലാന്റ ലിവർപൂളിനെ നേരിടും. ആദ്യ പാദത്തിൽ ലിവർപൂൾ അറ്റ്ലാന്റയോട് 3-0 എന്ന വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. അതും ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ വെച്ചായിരുന്നു പരാജയം. ഇന്ന് അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് 2ാം പാദ മത്സരം നടക്കുന്നത്. ഇന്ന് അതേ മാർജിൻ എങ്കിലും വിജയിച്ചാൽ മാത്രമേ ലിവർപൂളിന് പ്രതീക്ഷകളുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനോടും കൂടെ പരാജയപ്പെട്ട ലിവർപൂൾ അത്ര നല്ല ഫോമിലല്ല. തുടർച്ചയായ 2 പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വരുവാൻ ലിവർപൂളിന് ആകുമോ എന്ന് കണ്ടറിയണം. ചാമ്പ്യൻസ് ലീഗ് ഷൂട്ടൌട്ടിൽ സിറ്റിയെ തോൽപ്പിച്ച് റയൽ സെമിയിൽ. ആഴ്സണൽ കടന്ന് ബയേണും. എതിരില്ലാത്ത ഒരു ഗോളിന് ആഴ്സണലിനെ തകർത്താണ് ബയേൺ സെമി പ്രവേശനം സാധ്യമാക്കിയത്. ആദ്യപാദ മത്സരത്തിൽ 3-3 എന്ന സമനിലയിലായിരുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് റയലും സിറ്റിയും 2ാം പാദത്തിന് കൊമ്പുകൂർക്കാൻ ഇറങ്ങുന്നത്. നിശ്ചയിച്ച സമയത്തും എക്സ്ട്രാ സമയത്തും 1-1 എന്ന നിലയിലായതോടെ അഗ്രിഗേറ്റ് സ്കോർ 4-4 എന്ന നിലയിലായി. ഇതോടെ ഷൂട്ടൌട്ടിലേക്ക് നീണ്ട കളി 4-3-ന് റയൽ മാഡ്രിഡ് ജയിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.22 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.